ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്ന സൺലൈറ്റിൻ്റെ കവർ വെച്ചിട്ടുള്ള നല്ലൊരു റീയൂസ് ഐഡിയ ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതേപോലെ ഒരു കാർഡ്ബോർഡും സൺലൈറ്റിൻ്റെ ഒരു കവറും വേണം. പഴയ ബുക്കിൻ്റെ ആ ഒരു ഒട്ടയായാലും എടുത്താൽ മതി. പിന്നെ ഞാൻ ഇതേപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് ഗ്രിഡ് വെച്ചിട്ടൊന്ന് വരച്ചെടുത്തതാണ്. അപ്പം നിങ്ങൾക്ക് ഗൂഗിൾ ഇമേജിൽ നിന്ന് ഏതെങ്കിലും ഇങ്ങനത്തെ ഒരു പിക്ക് എടുക്കുക, എന്നിട്ട് അത് നിങ്ങൾക്ക് ഗ്രിഡ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്, അല്ലാണ്ട് വരച്ചെടുക്കുക. ഇപ്പോൾ ഗ്രിഡ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പ്രൊമോഷന് വേണ്ടിയിട്ടൊന്നും പറഞ്ഞതല്ല, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അല്ലാത്തവർക്ക് നേരിട്ട് തന്നെ വരച്ചെടുക്കുക. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പിക്കാണ്. അപ്പോൾ നേരിട്ട് അറിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഞാനിപ്പോൾ ഒരുവിധം പെർഫെക്റ്റ് ആയിട്ട് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഗ്രിഡ് വെച്ചിട്ട് ഇതുപോലെ ചെയ്തത്. ഇനി നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ആ ഒരു കാർഡ്ബോർഡിലേക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കാർഡ്ബോർഡ് തന്നെ വേണം എന്നില്ല, ചെറിയ എന്തെങ്കിലും ബുക്കിൻ്റെയൊക്കെ ഒട്ടയോ അങ്ങനെ എന്തെങ്കിലും മതി. കാരണം അധികം കട്ടിയുള്ളത് വേണ്ട, നമുക്ക് കട്ട് ചെയ്തെടുക്കാനും ഒക്കെ ആയിട്ട് ഭയങ്കര പ്രയാസമായിരിക്കും. പിന്നെ അധികം കട്ടിയുള്ള വർക്കുകളൊന്നും അല്ല നമുക്കിതിൻ്റെ മേലേക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം കട്ടിയുള്ളതൊന്നും വേണ്ട. ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ അമൂലിൻ്റെ ആ ഒരു ബോക്സ് പാക്കറ്റ് ഉണ്ടല്ലോ, പാൽപ്പൊടിയുടെ, അതാണ് എടുത്തിരിക്കുന്നത്. അതുമേൽക്ക് ഒരു ചെറിയൊരു കാർഡ്ബോർഡിൻ്റെ പീസ് വെച്ച് ഒട്ടിച്ചു. കാരണം അതിന് ഭയങ്കര കട്ടി കുറവായിരുന്നു. അപ്പോൾ ഇത്തിരി കട്ടി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തു. അപ്പോൾ അതിൻ്റെ തന്നെ ആ ഒരു ബോക്സ് പാക്കറ്റിൻ്റെ രണ്ട് വശവും ചേർത്ത് ഒട്ടിച്ചാൽ നമുക്ക് കട്ടി കിട്ടും. ഞാൻ പക്ഷേ അതിൻ്റെ ഒരു വശം എടുത്തുള്ളൂ. ആ കാർഡ്ബോർഡിൻ്റെ അത് ഇരിപ്പുണ്ടായതുകൊണ്ട് അതിൻ്റെ മേലേക്കൊന്ന് വെക്കാൻ വേണ്ടിയിട്ട്. ഈ കാർഡ്ബോർഡിൻ്റെ പീസും അധികം കട്ടിയില്ലാത്തായിരുന്നു. ആ കാർഡ്ബോർഡിൻ്റെ ആ ഒരു മുകൾ ഭാഗം മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് രണ്ടും കൂടി മിക്സ് ചെയ്തപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. അപ്പോൾ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. ബാക്കിൽ നിന്ന് എന്തെങ്കിലും ശബ്ദമൊക്കെ നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. കാരണം എൻ്റെ വീട്ടിലും അപ്പുറത്തെ വീട്ടിലൊക്കെ ബേഡ്സ് ഉണ്ട്. അപ്പോൾ രണ്ട് ബേഡ്സും തമ്മിൽ നല്ല വർത്താനമാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ശബ്ദം നമ്മുടെ വീഡിയോയിലും വരാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. എന്നാലും അധികം എന്താ പറയുക, അസഹനീയമായ രീതിയിലൊന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പാക്കറ്റ് എടുക്കുക. സൺലൈറ്റിൻ്റെ ആ ഒരു പാക്കറ്റ് നമുക്ക് ആദ്യം തന്നെ നിവർത്തിയെടുക്കുക. അപ്പോൾ എന്തെങ്കിലും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ച് കളയാം. ഞാനിപ്പോൾ ഇത് വെള്ളമൊക്കെ കഴുകി നന്നായിട്ട് വെച്ചിരുന്നതാണ്, എന്നാലും നൈസായിട്ട് അതിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ട്. അപ്പോൾ ഇത് ആദ്യം തന്നെ ഓപ്പൺ ചെയ്തെടുത്തിട്ട് ഒന്ന് തുടച്ചൊക്കെ എടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സൺലൈറ്റിൻ്റെ തന്നെ വേണമെന്നില്ല, സൺലൈറ്റിൻ്റെ അല്ലാണ്ട് തന്നെ നമുക്ക് ലേസിൻ്റെ പാക്കറ്റ് വെച്ചും അല്ലെങ്കിൽ മാഗിയുടെയൊക്കെ പാക്കറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. എന്ത് കവർ വെച്ചിട്ടാണെങ്കിൽ ചെയ്യാം. അപ്പോൾ എൻ്റെ ഇത് കിട്ടിയപ്പോൾ ഇതുമ്പോൾ നല്ല കളർഫുള്ളല്ലേ, അവിടെ ഇവിടെ നിന്നൊക്കെ കുറേ കളർ വന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. നിങ്ങൾക്ക് ഏത് പാക്കറ്റ് വെച്ചിട്ടും ചെയ്യാം. ഇതല്ലാണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന വിമ്മില്ലേ, വിം ബാർ, അതിൻ്റെ കവർ നല്ല പച്ച കവർ മഞ്ഞ കവറൊക്കെ ഇല്ലേ. അപ്പോൾ ആ രണ്ട് കോമ്പിനേഷനൊക്കെ ഉപയോഗിച്ച് ചെയ്യാം. അത് വെച്ചിട്ട് നമ്മളൊരു മുമ്പ് ഒരെണ്ണൊരു പൂവുണ്ടാക്കിയിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് കാണാം കേട്ടോ. പഴയതായിട്ട് ഒരുപാട് വീഡിയോസിലൊക്കെ നല്ല നല്ല ഐഡിയാസ് ഉണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ അത് കമ്മ്യൂണിറ്റി ടാബിൽ ഇടാറുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടേക്കാം, ഈ സോപ്പിൻ്റെ കവർ വെച്ചിട്ടുള്ളത്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെയാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ആ ഒരു അടിഭാഗം ഒട്ടിക്കേണ്ട, നമുക്ക് ആ ഒരു മുകൾ ഭാഗം മാത്രം പശ എടുത്തിട്ട് ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഇതേപോലെ മുകളിൽ മാത്രം പശ എടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അടിഭാഗം ഇങ്ങനെ നിവർന്നിരിക്കുന്ന രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. എന്നാലും ഇങ്ങനെ എന്താ പറയുക, ഉടുപ്പ് പോലെ ഇങ്ങനെ ഒരുവിധം വിരിഞ്ഞൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ അതുപോലെ ചെയ്യണം. നമ്മൾ സാധാരണ ഫ്രോക്ക് വെക്കണ പോലെ നന്നായിട്ട് വിരിഞ്ഞ് കിട്ടില്ല. കാരണം ഇതിൻ്റെ ആ ഒരു കവർ എന്ന് പറയുന്നത് ഇത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള കവറാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതേപോലെ ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ ബാക്കി വന്നതൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മൾ ആദ്യം ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ഇത്തിരി ഇങ്ങനെ നീണ്ടു നിൽപ്പുണ്ടെങ്കിൽ അത് കാര്യമാക്കണ്ട. അത് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ചെയ്താൽ മതി. ഇതിപ്പോൾ ഫെവിക്കോൾ ആയതുകൊണ്ട് ഉണങ്ങി വരാനായിട്ട് ഇത്തിരി ടൈം എടുക്കും. അപ്പോൾ അത് വെയിറ്റ് ചെയ്തിട്ട് ഉണങ്ങി വന്നതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഈ വീഡിയോ കാണുന്നതോടൊപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് എഴുതി അറിയിക്കാനും. ഇത് ട്രൈ ചെയ്തിട്ടുള്ള പിക്ക് ഇൻസ്റ്റഗ്രാമിലേക്കോ അല്ലെങ്കിൽ മെയിൽ ഐ ഡി വഴിയോ നിങ്ങൾക്ക് അയച്ചു തരാം. രണ്ടും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, ഡീറ്റെയിൽസൊക്കെ അതിലേക്ക് അയക്കാം. അപ്പോൾ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ട്രൈഡ് പിക്ക് ഇതിൻ്റെ തന്നെ വേണമെന്നില്ല, നമ്മൾ ചെയ്ത ഏത് വർക്കിൻ്റെ ആയാലും അയക്കാം. പക്ഷെ നമ്മുടെ ചാനലിൽ ചെയ്തതായിരിക്കണം എന്നേ ഉള്ളൂ, അത് അയക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഈ ഒരു ഐഡിയാസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഞാനതിൻ്റെ മുകളിലത്തെ ആ ഉടുപ്പിൻ്റെ ഭാഗം വയ്ക്കാൻ വേണ്ടി ഇവിടെ ഒരു ഗേളിൻ്റെ പടം ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് അവിടെ ഒരു ചുരിദാർ ഇട്ടൊരു പെൺകുട്ടിയുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ചുരിദാറാണ് വെട്ടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഇത്തിരി വേണ്ടി നല്ല കളർഫുള്ളായിട്ട് കിട്ടും. ഇനിയിപ്പോൾ അങ്ങനെയല്ല നിങ്ങൾക്ക് പ്ലെയിൻ വെക്കണമെന്നുണ്ടെങ്കിൽ വേറൊരു മഞ്ഞ കളറിലെ പോർഷനും കൂടി അവിടെ ഒരുപാട് ബാക്കിയുണ്ട്, അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ വേറെ കളറൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ വേറെ പാക്കറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഇന്നത്തെ ഞാനിപ്പോൾ സൺലൈറ്റിൻ്റെ പാക്കറ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ പശയൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നതിന് ശേഷം മറ്റേതും കൂടി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. നമ്മൾ അടിയിൽ ചെയ്ത പോലെ തന്നെ മുകളിലും ചെയ്യുക. അപ്പോൾ ഈ കൈയിൻ്റെ ആ ഒരു സൈഡിൽ കൂടി എടുക്കുമ്പോൾ ഇത്തിരി ടഫാണ് ചെയ്യാനായിട്ട്. എന്നാലും മറ്റേ സൈഡ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തിരി നേരം ഒന്ന് ക്ഷമയോട് കൂടി ഇരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതേപോലെ
അതേപോലെ തന്നെ ഈ ഒരു ഭാഗങ്ങളൊക്കെ റൗണ്ടിലൊക്കെ കട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഇത്തിരി സമയം വേണ്ടി വരും. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ വേറെ ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ ചെയ്യുക. ഇതിപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. എനിക്ക് വേറൊരു ഐഡിയയും കൂടി തോന്നിയിരുന്നു, എന്നാലും ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി നമുക്ക് വേറെ കവറൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ തന്നെ ചെയ്യാം. ലേസിൻ്റെ കവർ വെച്ചിട്ട് ഒരു കുട്ടി ചോദിച്ചിരുന്നു, ആരാണെന്ന് ഞാൻ ഓർക്കണില്ല. അപ്പോൾ നമുക്ക് ലേസിൻ്റെ കവർ വെച്ചിട്ടും ഇതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ആ മുകളിലെ ഭാഗത്തിന് ഞാൻ പേന കൊണ്ടാണ് ഇതുപോലെ ബ്ലാക്ക് കളർ കൊടുത്തത്. അടിയിലേക്ക് അത്ര നീട്ടം വേണ്ടാന്ന് തോന്നിയപ്പോൾ ഞാനതൊന്ന് വെട്ടി ഷേപ്പ് ആക്കിയാണ്. മുകളിൽ നിങ്ങൾക്ക് പെയിൻറ്റോ അല്ലെങ്കിൽ കളർ പേപ്പറോ കളർ പെൻസിലോ എന്താണെന്ന് വെച്ചാൽ യൂസ് ചെയ്തിട്ട് ആ ബ്ലാക്ക് കളർ കൊടുക്കുക. അപ്പോൾ നമ്മുടെ വാൾ ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്വിച്ച് ബോർഡിൻ്റെ മുകളിൽ വെക്കാം. അപ്പോൾ നല്ല ഭംഗിയുള്ള പെയിൻ്റൊക്കെ അടിച്ച വീടാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ ഐഡിയ ആയിട്ട് കാണാം. താങ്ക്